Hey! Everyone look at here. നിങ്ങളോട് ശ്രദ്ധിക്കാനല്ലേ പറഞ്ഞത്? ഞാൻ ഇവിടെ വന്നത് പത്മ മാഡത്തിന് പകരം ചാർജ് എടുക്കാനാ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പത്മ മാഡത്തിന്റെ ചെയറിനോട് നിങ്ങളെ കാണിക്കുന്ന ബഹുമാനക്കുറവ് ഞാൻ മാഡത്തിനെ അറിയിച്ച എന്താ സംഭവിക്കാന്നറിയാലോ? ഓരോരുത്തരായി ഇവിടുന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെടും. ഇനി മുതൽ ഈ കമ്പനി ഭരിക്കുന്നത് ഞാനാ. എനിക്കിഷ്ടമുള്ള രീതിയിലായിരിക്കും ഇനി ഇവിടെ ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ഏയ്, കം ഹിയർ. You are the manager, right? Yes, madam. ഇതാണോ ശരിക്കും ഒരു ഓഫീസ് ഫംഗ്ഷൻ ചെയ്യുന്ന രീതി? ഇവിടെ എന്ത് ഡിസിപ്ലിനാ ഉള്ളത്? മാഡം, ഇവിടെ ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. സോ ഞാൻ വന്നത് മുതലാണ് കുഴപ്പം. ഓക്കെ, ഞാൻ പത്മാൻറ്റിയെ വിളിച്ചു വരുത്താം. ഇന്നിവിടെ നടന്നതിന്റെ ഒക്കെ വിശദീകരണം നിങ്ങൾ എല്ലാവരും ചേർന്ന് പത്മ മാഡത്തിനടുത്ത് പറയേണ്ടി വരും. എന്നെ റെസ്പെക്ട് ചെയ്യാതിരുന്ന ഒരുത്തനെ പോലും ഞാൻ വെറുതെ വിടുന്ന പ്രശ്നമില്ല. മനസ്സിലായോ തനിക്ക്? ഈ ഓഫീസിൽ അച്ചടക്കം ഉണ്ടായിരിക്കണം. സ്വന്തം ജോലി അല്ലാതെ മറ്റൊരു കാര്യത്തിലും ഒരാളും ശ്രദ്ധിക്കാൻ പാടില്ല. ഇന്ന് മുതൽ ഈ ഓഫീസിൽ ഒറ്റ ഒരുത്തനും ശബ്ദിക്കാൻ പാടില്ല. സൈലൻസ് ആയിരിക്കണം. മനസ്സിലായോ? എന്താ ഇവിടെ? എന്താണ് നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നേ? ഇന്നു മുതൽ ഇവിടെ ആരുടെയും ശബ്ദം കേൾക്കാൻ പാടില്ലെന്നാ മാഡം പറയുന്നത്. ഓ, ശബ്ദം കേട്ടാ മാഡത്തിന് ചിലപ്പോൾ അലർജി ആയിരിക്കും. വിവേകേ, നമ്മുടെ ഓഫീസിൽ ജോലി എടുക്കുന്നവർക്ക് മിണ്ടാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? അതെ, നമ്മൾ നമ്മുടെ സ്റ്റാഫിനോട് എന്താ പറഞ്ഞിരിക്കുന്നത്? അവരവരുടെ ജോലി ഉത്തരവാദിത്വത്തോടെ ചെയ്യുക, ബാക്കിയുള്ള സമയം റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യാൻ ഇത് ഇവരുടെ കുടുംബ വീടല്ല. അവര് റിലാക്സ് ചെയ്യരുതെന്ന് പറയാൻ ഇത് നിന്റെ കുടുംബ വീടുമല്ല. സൂര്യ, എന്നെ അപമാനിക്കുന്നത് സൂര്യയുടെ അമ്മയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതെ, നിന്റെ വെറും തോന്നല. അമ്മയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം എന്താണെന്ന് എനിക്കും അറിയാം, ഈ നിൽക്കുന്നവർക്കും അറിയാം. പക്ഷെ വഴി തെറ്റി വന്നവള് ആ സ്വീകരണം പ്രതീക്ഷിക്കരുത്. ഇവിടെ ഇതുവരെ ഒരു തൊഴിലാളികളും അവരവരുടെ ജോലി ചെയ്യാതിരുന്നിട്ടില്ല മാഡം. അതിന് പത്മ മാഡത്തിനും എതിരഭിപ്രായം ഒന്നുമില്ല. താൻ ആരാ? തനിക്ക് എന്താ ഇവിടെ ജോലി? താനെന്തിനാ വാലാട്ടിക്കൊണ്ട് മുഴുവൻ സമയവും സൂര്യയുടെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? Where is your seat? എന്താ തന്റെ ഡ്യൂട്ടി? He's my friend. അവന്റെ കാര്യത്തില് ആവശ്യമില്ലാതെ ഇടപെടാൻ ശ്രമിക്കണ്ട കേട്ടാ. ഞാൻ ഇടപെടും. എനിക്കതിനുള്ള അധികാരമുണ്ട്. നാളെ ഒറ്റ ദിവസം കൊണ്ട് ഈ ഓഫീസിന്റെ രീതികൾ എങ്ങനെ മാറ്റിമറിക്കണമെന്ന് എനിക്കറിയാം. I will show you. അതെ, നാളത്തെ ദിവസം നിനക്ക് എന്തു ആവാം. പക്ഷേ ഇന്നൊരു ദിവസം നീ ഇവിടെ പൂർത്തിയാക്കാൻ നോക്ക്. ഇത്രയും കാലം മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ഈ കമ്പനിക്കുള്ള വ്യത്യസ്തത ഈ ഇരിക്കുന്നവരുടെ സിൻസിയറിറ്റിയാണ്. ഇവരും ഈ കമ്പനിയിലെ മറ്റു തൊഴിലാളികളും പകലില്ലാതെ അധ്വാനിച്ചതിന്റെ ഫലമാണ് ഈ കമ്പനിയുടെ ഇന്നത്തെ പൊസിഷൻ. ഒറ്റ ദിവസം കൊണ്ട് കെട്ടിയിറക്കിയവള് അനുവദിച്ചു തന്ന കസേരയിൽ ഇരുന്നോണം, തിരിച്ചു പോയിക്കോണം. അല്ലാതെ കമ്പനി കാര്യങ്ങളിലോ ഇവരുടെ കാര്യങ്ങളിലോ ഇടപെടാൻ വന്ന നീ വിവരം അറിയും. എന്നെ ഈ പൊസിഷൻ ഏൽപ്പിച്ചതിലുള്ള വൈരാഗ്യം നിനക്ക്. എന്തെങ്കിലും പറയുമ്പോ പൊട്ടിച്ചിരിക്കാനും കൈയടിക്കാനും കുറച്ചാളുകളുണ്ടെന്ന് കരുതി നീ ഇത്രയെ തോൽപ്പിക്കാന്ന് കരുതരുത്. ഇത് മിത്രയാ, തോറ്റ് ശീലമില്ലാത്ത മിത്ര.
അതെ, ജയിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഞാൻ തോറ്റു തരണമെന്ന് നീ നിർബന്ധം പിടിക്കരുത്. എന്റെ അമ്മയ്ക്ക് അബദ്ധങ്ങൾ പറ്റാം, പക്ഷേ എനിക്കത് പറ്റില്ല എന്നുള്ളതിന്റെ തെളിവാണ് വിവാഹ മണ്ഡപത്തിൽ വെച്ച് നിന്നെപ്പോലെ ഒരുത്തിയെ ഞാൻ നിഷേധിച്ചത്. എന്റെ സ്റ്റാഫിനെ ഒരാളെ പോലും നീ അങ്ങനെ നിയന്ത്രിക്കണ്ട. ഇതിൽ ഒരാൾ പോലും നീ പറയുന്നത് അനുസരിക്കാനും പോണില്ല. നീയേ രാജാവ് കളിക്കാൻ ഇറങ്ങി തിരിച്ചതേ സൂര്യയുടെ സാമ്രാജ്യത്തിലാ. സൂര്യയുടെ സാമ്രാജ്യത്തിൽ